ഇനി ഈ 14ാമത്തെ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യനാണ്. പ്രോബബിലിറ്റിയിൽ ഇത് പ്രോബബിലിറ്റിയിൽ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ സെക്ഷൻ ബി എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെയും ചെയ്യാമെന്നുള്ള ധാരണയിലായിരുന്നു മിക്കവരും. പക്ഷേ ഇത് വളരെ വേർഡ് പ്രോബ്ലം ആയിപ്പോയി, പലരും ചെയ്തിട്ടില്ല. എങ്ങനെ ചെയ്യാമെന്നുള്ള കാണിച്ചു തരാം, അറിഞ്ഞു വയ്ക്കണം നല്ലതാണ്. പിന്നെ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ഓപ്റ്റഡ് ഫോർ NCC, 32 ഓപ്റ്റഡ് ഫോർ SPC, 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് SPC. അതായത് മൊത്തം 60 കുട്ടികളുണ്ട്. 30 പേര് NCC എടുത്തു, 32 പേര് SPC എടുത്തു, 24 പേര് രണ്ടും സെലക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഒരു കുട്ടീനെ റാൻഡായിട്ട് സെലക്ട് ചെയ്താൽ ഓക്കെ. ഇനി ഓരോ ടൈപ്പ് പ്രോബബിലിറ്റിയാണ്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് NCC ഓർ, ഈ ഓർ എന്ന വാക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. NCC ഓർ SPC ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇനി നൈദർ NCC നോർ SPC, NCC ആവുന്നത് SPC രണ്ടിലും കൂടാത്തൊരു കുട്ടിയാവാനുള്ള, ഓക്കെ, ഒന്നിലും ചേരാത്ത, ഇപ്പോൾ NSSന് ചേർക്കാനുള്ളൊരു കുട്ടിയാണെന്ന് കരുതുക, അപ്പോൾ രണ്ടിലും ചേരാത്തൊരു കുട്ടിയാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടിയാവണമെന്നുണ്ടെങ്കിൽ എന്താ പ്രോബബിലിറ്റി? ഇനി SPCയിൽ ഉണ്ടായിരിക്കണം പക്ഷേ NCCയിൽ ഉണ്ടാവരുത്, അങ്ങനത്തെ ഒരു കുട്ടിയാവുള്ള പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ കുറേ ചിന്തിക്കാനുണ്ട്. നോക്കി നോക്കാം. ഞാൻ തന്ന കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. NCC ഓപ്റ്റ് ചെയ്ത് 30 പേര്, SPC ഓപ്റ്റ് ചെയ്തത് 32, രണ്ടും ഓപ്റ്റ് ചെയ്ത് 24, ടോട്ടൽ 60 പേര്. ഞാൻ ഇവൻറ്റ്സ് ആയിട്ട് എഴുതാം. നമുക്ക് A എന്ന ഇവൻ്റ് NCC സ്റ്റുഡൻറ്റ്, നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിക്കോ. A എന്ന NCC സ്റ്റുഡൻസ്, B എന്ന SPC സ്റ്റുഡൻസ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ SPC അല്ലേ, ഈക്വൽ ടു, നമുക്ക് തന്നെ ഒന്ന് മാത്സിൻ്റെ ഭാഷയിൽ എഴുതി നോക്കാം. സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC, അതല്ലേ നമ്മൾ A എടുത്തിട്ടുള്ളത്, NCC സ്റ്റുഡൻസ് അല്ലേ, ഇപ്പോൾ P ഓഫ് A ആണ്. ഓർ SPC, ഓറിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് A ഓർ B എന്ന ഇവൻറ്റ്. A ഓർ B എന്ന ഇവൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? യൂണിയനാണ് ചെയ്യേണ്ടത്. അപ്പോൾ B എന്ന ഇവൻ്റാണ് SPC. അപ്പോൾ എയും ബിയും നമുക്കറിയാം, അതിൻ്റെ ഇടയിലുള്ള ചിഹ്നം യൂണിയനാണ്. ആ യൂണിയൻ തീരുമാനിക്കപ്പെട്ടത് ഓർ എന്ന വാക്കുകൊണ്ടാണ്. ഈ ഓർ എന്ന വാക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മനസ്സിലാവാത്തവർക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ P ഓഫ് A യൂണിയൻ B ആണ് ക്വസ്റ്റ്യൻ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P ഓഫ് A യൂണിയൻ ബിക്ക് നമ്മൾ ചാപ്റ്ററിലൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ് എന്ത്? P ഓഫ് A യൂണിയൻ B. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വൃത്തിയായിട്ട് ആദ്യം പഠിച്ചു വയ്ക്കുക, എന്നിട്ട് ഇത് ഉപയോഗിക്കണം. അതിനിപ്പോൾ എങ്ങനെ ഈ മൂന്നെണ്ണം ഇത് തന്നിട്ടില്ലല്ലോ, തന്നിട്ടില്ല, അത് നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അത് ചെയ്ത് വയ്ക്കാം. P ഓഫ് A, അതായത് P ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ P ഓഫ് B എന്ന് പറഞ്ഞാൽ എന്താണ്, P ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്താണ്, ഇത് ആദ്യം കിട്ടണം. ഓക്കെ, നമ്മൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതാം. P ഓഫ് A എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? N ഓഫ് A ഡിവൈഡ് ബൈ N ഓഫ് S. അതായത് എയിൽ എത്ര ആൾക്കാരുണ്ട് നോക്കുക, ടോട്ടൽ എത്ര, നമ്മൾ 10ൽ പഠിച്ച അതേ ഇക്വേഷൻ, ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ കേസസ് അല്ലേ. അപ്പോൾ N ഓഫ് A ബൈ N ഓഫ് S, എയിൽ എത്ര ആൾക്കാരുണ്ട്? N ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താണ്? NCC എടുത്തവർ 30 പേര്, ടോട്ടലോ 60 പേര്. ഓക്കെ, നിങ്ങൾ 30/60 എഴുതിക്കോ, എന്നാൽ തന്നെ ചെയ്യാൻ എളുപ്പം, അതാണ് നല്ലത്. കാരണം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഒരേ ഡിനോമിനേറ്റർ ആവുന്ന 30/60 മതി. അതുപോലെ P ഓഫ് B എന്ന് പറഞ്ഞാൽ N ഓഫ് B ഡിവൈഡ് ബൈ N ഓഫ് S ആണ്. B എന്ന് പറഞ്ഞാൽ SPC എടുത്തവർ, SPC എടുത്തവർ 32 പേരാണ്. അപ്പോൾ 32/60 അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു P ഓഫ് A ഇൻ്റർസെക്ഷൻ Bയും കൂടെ വേണം. ഓക്കെ, അതായത് N ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡിവൈഡ് ബൈ N ഓഫ് S. എന്താ A ഇൻ്റർസെക്ഷൻ B? എയും ബിയും എടുത്തവർ അല്ലേ, അതല്ലേ ബോത്ത്, എത്രയാണ്? 24. സോ അതെന്ത് എഴുതാം? 24/60. ഇക്വേഷനിലേക്ക് വേണ്ട 3 ആയില്ലേ, അതിനുള്ള ക്ലൂ ഒക്കെ അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ 3 വാല്യൂസും ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നിങ്ങൾ ഇത്രയൊന്നും എഴുതണമെന്നില്ല, ഡയറക്റ്റായിട്ട് നിങ്ങളിങ്ങനെ ആൻസർ ചെയ്ത് തുടങ്ങാം. സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ SPC, P ഓഫ് A യൂണിയൻ B ആണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കൊടുക്കുക, അതെന്തായാലും നിർബന്ധമാണ്. അതിൽ P ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 30/60 ആണ്. P ഓഫ് B എന്ന് പറഞ്ഞാൽ 32/60 ആണ്. P ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/60 ആണ്.
ഓക്കെ, ഒരേ ഡിനോമിനേറ്റർ അല്ലേ, ന്യൂമറേറ്ററുകൾ നമ്മൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 62 മൈനസ് 24/60 വരും. 62 മൈനസ് 24 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 38/60. വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി എഴുതാം, 19/30. ഓക്കെ, അടുത്തത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ നൈദർ NCC നോർ SPC. NCC ആവരുത്, SPC ആവരുത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണെങ്കിലും ട്വിസ്റ്റ് നോക്കി നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ വേർഡ് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ നൈദർ NCC നോർ SPC. അതായത് NCC ആവരുത്, അതുപോലെ തന്നെ SPC ആവരുത്. അങ്ങനെ എഴുതാമല്ലോ. നൈദർ NCC നോർ SPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് NCC ആൻഡ് നോട്ട് SPC. നമുക്കറിയാവുന്ന ഭാഷയിലെ നോട്ട് NCC പറഞ്ഞു കഴിഞ്ഞാൽ NCC എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ലെറ്റർ കൊടുത്തത്? NCCയിലായിരിക്കുന്നത് A ആണ്. അപ്പോൾ നോട്ട് NCC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ നോട്ട് SPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇനി ആൻഡ് എന്ന വാക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? ഓർ എന്ന വാക്ക് നമ്മൾ യൂണിയൻ യൂസ് ചെയ്തെങ്കിൽ ആൻഡ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷനാണ്. ഓക്കെ, രണ്ടിലും വരുന്നു എന്ന് കാണിക്കാൻ ആൻഡ്. അപ്പോൾ നോട്ട് NCC ആൻഡ് നോട്ട് SPCനെ നമുക്ക് നോട്ട് NCC A കോംപ്ലിമെൻറ്റ്, നോട്ട് SPC B കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു. ഇനി ഇതെന്ത് ചെയ്യും അറിയില്ല. അവിടെ നമുക്കൊരു വഴിയുണ്ട്, ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിമോർഗൻസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A യൂണിയൻ B ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് എന്നും, അടുത്തൊരു ഡിമോർഗൻസ് ലോ ആയിരുന്നു A ഇൻ്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻറ്റ് എന്നും. അതായത് കോംപ്ലിമെൻറ്റ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ യൂണിയൻ ഇൻ്റർസെക്ഷനായിട്ട് മാറും. അതായിരുന്നു ഡിമോർഗൻസ് ലോ. ഇതിലേത് ഡിമോർഗൻസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം? ഇവിടെ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. ഇതേ ഫസ്റ്റത്തെ ഡിമോർഗൻസ് ലോ നോക്കി നോക്കൂ. A യൂണിയൻ B ഓൾ കോംപ്ലിമെൻറ്റ് അല്ലെ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. അപ്പോൾ A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റിന് പകരം A യൂണിയൻ B ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഓൾ കോംപ്ലിമെൻറ്റ് തന്നെ എഴുതണേ. ഓക്കെ, എഴുതാലോ. ഞാൻ യൂസ് ചെയ്തത് ഈ ഡിമോർഗൻസ് ലോ ആണ്. ശരി, ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമുണ്ട്. P ഓഫ് ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് പ്രോബിലിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? 1 - P ഓഫ് A ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലൊരു കോംപ്ലിമെൻ്റ് പ്രോബിലിറ്റി അല്ലേ, P ഓഫ് A യൂണിയൻ B ഓൾ കോംപ്ലിമെൻ്റ് അല്ലേ. അപ്പോൾ 1 - P ഓഫ് A യൂണിയൻ B ചെയ്താൽ പോരെ. ഞാൻ എന്തിനാവും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? P ഓഫ് A യൂണിയൻ B ഓൾറെഡി എനിക്കറിയാം 19/30 ആണ്. അപ്പോൾ എനിക്ക് 1 - 19/30 ചെയ്താൽ മതി. ഈ 13 കൊണ്ട് കൊണ്ടുവരാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1/1 ആക്കിയിട്ട് 1 × 30 30 മൈനസ് 1 × 19 90 ഡിവൈഡ് ബൈ 1 × 30 അഗെയിൻ 30 30 മൈനസ് 19 ചെയ്താൽ 11/30 ആണ് ആൻസർ വരും. ഓക്കെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തു, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. P ഓഫ് A കോംപ്ലിമെൻ്റ് ആണ് 1 - P ഓഫ് A ആണ്. അപ്പം ഡിമോർഗൻസ് ലോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ ചെയ്ത് നോക്കി പഠിക്കാം. ഇതിലൊരു C പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. ദ സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ ഏറ്റവും നല്ല, ശരിക്കും A പാർട്ടും B പാർട്ടൊക്കെ ഈ രീതിയിൽ ചെയ്യാമായിരുന്നു. C പാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല വെൻ ഡയഗ്രം യൂസ് ചെയ്യുക തന്നെയാണ്. ഓക്കെ, SPC സെലക്ട് ചെയ്യണം, പക്ഷേ NCC സെലക്ട് ചെയ്യരുത്. അങ്ങനത്തെ എത്ര കുട്ടികളുണ്ടാവുമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അതിന് വെൻ ഡയഗ്രം തന്നെ നല്ലത്. നമുക്കൊരു വെൻ ഡയഗ്രം വരച്ച് നോക്കാം ഈ തന്ന ഡാറ്റ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ മൊത്തം ക്ലാസ് എന്ന് എഴുതുക. മൊത്തം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 60 പേരുണ്ട്. അതിൽ NCC സെലക്ട് ചെയ്തവർ, SPC സെലക്ട് ചെയ്തവർ, ഇൻ്റർസെക്ഷനുള്ള കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഓക്കെ, നമുക്കിനി ഓരോ ഇതിലും ഫില്ല് ചെയ്യാം. എപ്പോഴും ഫില്ല് ചെയ്ത് നിങ്ങൾ ഇൻ്റർസെക്ഷൻ ഈ വെൻ ഡയഗ്രം വെച്ചിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോൾ ഇൻ്റർസെക്ഷനിൽ നിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഈ ഇൻ്റർസെക്ഷനിൽ അതായത് NCCയും SPCയും എടുത്ത ബോത്ത് NCC SPC സെലക്ട് ചെയ്ത 24 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ 24 എഴുതി കൊടുക്കാം. ഇനി NCC ഓപ്റ്റ് ചെയ്ത എത്ര പേരുണ്ട്? 30 ഓപ്റ്റഡ് ഫോർ NCC. അതായത് NCC ഓപ്റ്റ് ചെയ്ത ഈ റൗണ്ടിനകത്ത് 30 പേര് വേണം. ഓൾറെഡി 24 പേരായില്ലേ. അപ്പോൾ ഈ ചെറിയ ഭാഗത്ത് എന്ത് കൊടുത്താൽ മതി? 8 അല്ല അല്ലേ, 6 ആണല്ലേ. ഓക്കെ, നല്ലല്ലേ 30 തികയാം. അപ്പോൾ നോക്കി നോക്കുക, NCC സെലക്ട് ചെയ്ത 30 പേരുണ്ട്. അതുപോലെ SPC സെലക്ട് ചെയ്ത എത്ര പേരുണ്ട്? 32 പേരുണ്ട്. അപ്പോൾ ഓൾറെഡി SPCൻ്റെ റൗണ്ടിനകത്ത് 24 വന്നില്ലേ. അപ്പോൾ 32 ആക്കാൻ വേണ്ടിയിട്ട് 8 എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇതിനാണ് ഞാൻ ഇൻ്റർസെക്ഷനിൽ ആദ്യം ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് 60 തയ്ക്കണ്ടേ. 60 തയ്ക്കാനുള്ള വഴി എന്താ?
ഇത് എഴുതണം നിർബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സി ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, എന്നാലും നമുക്ക് ഇത് വെൻ ഡയഗ്രം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. 60 വയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും വരാത്തവർ എത്ര പേരുണ്ടാവുന്നത്? ഓക്കെ, 6ഉം 24ഉം 30, 30ഉം 8ഉം 38. ഓക്കെ, അപ്പോൾ 60 വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും ഇല്ലാത്ത 22 പേര് പുറത്തുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വെൻ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 24 പേര് NCC SPC എടുത്തവരാണ്, 6 പേര് NCC മാത്രം എടുത്തവരാണ്, 8 പേര് SPC മാത്രം എടുത്തവരാണ്, 22 പേര് രണ്ടും എടുക്കാത്തവരാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കി നോക്കാം. സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ആയി എഴുതി കഴിഞ്ഞാൽ ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC, SPC എടുക്കണം, NCC എടുക്കരുത്. അപ്പോൾ അങ്ങനത്തെ എത്ര പേരുണ്ട്? 8 പേരാണുള്ളത് അല്ലേ? അതായത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ SPC എടുത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ B എന്ന ഇവൻ്റ് ആയിരുന്നു, NCC എടുത്തവരെന്ന് പറഞ്ഞാൽ A എന്ന ഇവൻ്റാണ്. വേണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാൻ നിർബന്ധമില്ല. ഓക്കെ, ഓപ്റ്റഡ് ഫോർ SPC പറഞ്ഞു കഴിഞ്ഞാൽ B, ബട്ട് നോട്ട് NCC പറഞ്ഞു കഴിഞ്ഞാൽ A കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ B- A ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ എണ്ണം കിട്ടിയാണ് എന്തായാലും അല്ലേ? B ഇൻ്റർസെക്ഷൻ A കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ B-A എണ്ണം കിട്ടിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ എഴുതുന്നില്ല, ഡയറക്റ്റായിട്ട് ഇതിലത്തെ എണ്ണം നമുക്ക് കിട്ടിയതുകൊണ്ട് 8 ടോട്ടൽ എത്രയാണ്? 60 എഴുതി കൊടുക്കാം. ഫേവറബിൾ കേസസ് 8, ടോട്ടൽ 60. സോ ഷോർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2/15 4 കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് 2/15 ആയിട്ട് എഴുതാം. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്.